സോ ഗൈസ്, റിയാസ് സലീമിനെതിരെ കേസായിന്നോ കേസ് കൊടുത്തുന്നോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. കുറേ പേര് കുറച്ച് മെസ്സേജുകളും കുറച്ച് സ്ക്രീൻഷോട്ടുകളൊക്കെ എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ റിയാസ് സലീം റിലേറ്റഡ് ആയിട്ട് അവനിട്ട സ്റ്റോറി എടുത്ത് വെച്ചൊരു കോണ്ടന്റ് ചെയ്ത സമയത്ത് അവൻ അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ ആം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി എന്നുള്ളത്. ഓക്കെ, ആൻഡ് അവൻ ആ പറഞ്ഞൊരു രീതിയും കുറേ ഫേക്ക് പോസ്റ്റുകൾ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് സ്വന്തം രാജ്യത്തിനെ ആലോചിച്ചിട്ട് അവൻ പ്രൗഡ് അല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി ഒരു വൃത്തികെട്ട സ്കീമാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കരമായിട്ട് എസ്കലേറ്റ് ചെയ്തു, ഭയങ്കരമായിട്ട് അത് ഫ്ലെയറപ്പായി, ഒരുപാട് പേര് അത് ഏറ്റെടുത്തു. ആൻഡ് ഇതിന് കൂടെ ഇവൻ്റെ ഒപ്പം തന്നെ സ്റ്റോറി ഇട്ടിരുന്ന പലരും അപ്പോളജൈസ് ചെയ്തിട്ടും റിയാസ് സലീമിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപ്പോളജിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷനോ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കാര്യങ്ങളിപ്പോൾ കുറച്ചും കൂടിയും എന്താ പറയുക, കൈവിട്ട് പോയി. കേസും കൂട്ടുമായിട്ട് ആളുകൾ ഇവനെതിരെ പോയി എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഒരു പോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. Over the past days, I have been witnessing a wave of reaction to something I shared. Some even calling me anti-national. That truly hurts. I spoke from a place of concern, not contempt. My words were about valuing human life, questioning violence and holding on to hope for a more peaceful tomorrow. Never disrespecting. I love the country deeply and would never stand against it. Emotions can be misread and words can be twisted, but for anyone who doubts where my heart lies, I stand with India, I stand with peace, and I stand with the brave men and women who protect this nation. With the news of a ceasefire today, my heart feeling lighter. This is more than just a political pause. It's a flicker of hope between two nations with over 4,000 years of shared roots. Let's not waste it. Jai Hind, റിയാസ് സലീം. ജയ് ഹിന്ദൊക്കെ പറഞ്ഞ് ഞാൻ രാജ്യത്തിനെതിരല്ലാന്നും പല സാഹചര്യങ്ങളിലായിട്ട് ഐ സ്റ്റാൻഡ് വിത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നത് നീ എന്ന് പറഞ്ഞ ആൾക്കുള്ളൊരു തരം ഒരു അഹങ്കാരം, ഈഗോ ഒക്കെ ഉണ്ട് നിനക്ക്. ഞാൻ റിയലായിട്ട് പറയുക, കാരണം നിന്റെ പല പോസ്റ്റുകൾ കാണുന്ന സമയത്തും അല്ലെങ്കിൽ നീ ഉപയോഗിക്കുന്ന കുറേ എന്താ പറയുക സ്റ്റേറ്റ്മെൻറ്റുകളിലൊക്കെ അതിനകത്ത് ഭയങ്കരമായിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കാര്യം വന്നപ്പോഴത്തേക്ക്, രാജ്യത്തിൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും നിൽക്കേണ്ട ഒരു സമയത്ത് ഇപ്പം ഞാൻ പലരുമായിട്ട് ഈ ഒരു നീ ചിന്തിക്കുന്ന പോലെ, റിയാസ് സലീം ചിന്തിക്കുന്ന പോലെ ഭയങ്കരമായിട്ടുള്ള പ്രോഗ്രഷനും അല്ലെങ്കിൽ എന്താ പറയുക ഞാനൊരു പീസ് തിങ്കറാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വാർ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഞാൻ വീഡിയോ ഇടുമ്പോൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് നീ വാർ നിനക്ക് യുദ്ധമാണോ വേണ്ടതെന്നൊക്കെ ചോദിച്ച് എനിക്ക് മെസ്സേജ് അയക്കും. ഞാൻ അവരോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ, ഒരു യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നോ അല്ലെങ്കിൽ പെട്ടെന്നോ പൊട്ടിമുളച്ച കാര്യമാണോ? ആണോ? ഇത് പുതിയൊരു സംഭവമാണോ? നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത്? പല മതങ്ങളും ഇവിടെ വലിയ വലിയ യുദ്ധങ്ങൾ ആഘോഷിച്ച് ഫെസ്റ്റിവൽ ആക്കിയിട്ട് ഇപ്പോഴും ആ ഫെസ്റ്റിവൽ പല മതങ്ങളുടെ ഭാഗമാണ് അത് ഇന്നും നാട്ടുകാർ ആഘോഷിക്കുന്നത്, അല്ലേ? യുദ്ധങ്ങൾ കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഹിസ്റ്ററിയിലും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഓരോ ദൈവിക കഥകളിലും ഒക്കെ ഹോളി ബുക്സിലൊക്കെ എന്തുണ്ട്? യുദ്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിനെ കുറിച്ചിട്ട്. ഇവിടെ അത്രയേ ഉള്ളൂ. തിന്മ എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. സിമ്പിളാണ് കാര്യം. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ എക്സിസ്റ്റൻസ്, നമ്മുടെ സർവൈവൽ, നമ്മുടെ മുന്നോട്ടുള്ള രാജ്യത്തിൻ്റെ എന്താ പറയുക, ഓരോ മുന്നോട്ട് ജനിക്കാൻ പോകുന്ന ഓരോ കുട്ടികളും നാളെ ഈ പേടിയില്ലാതെ, പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ടെറർ ഫേസിൻ്റെ പേടിയില്ലാതെ മുന്നോട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ആക്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനൊരു വാർ ഫേസിലേക്ക് നമ്മൾ പോയത്. അങ്ങനത്തെ സിറ്റുവേഷനിൽ വന്നിട്ട് അവിടെ ഉള്ളവർ മരിച്ചില്ലേ, ആൻഡ് അവിടുത്തെ ഫോട്ടോ, അവിടെ ഒരു സിവിലിയൻ പോയി എന്നുള്ളൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നീ ഷെയർ ചെയ്തിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ നാടിനെ കുറിച്ച് നീ എന്താ ഒന്നും മിണ്ടാത്ത, വായിൽ പഴം തിരികെ ഇരിക്കുകയാണോ എന്നുള്ള ചോദ്യം നിന്നോട് നാട്ടുകാർ ചോദിച്ചു. ഇപ്പം കേസാവുന്നായപ്പോൾ നീ സാധനമായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, റിയാസ് സലീമിനെതിരെ പലരും തംബ്നെയിലിട്ട് കണ്ടു, എഴുതി കണ്ടു, ലിപ്സ്റ്റിക് ഇട്ട് നടന്നോ, പൊട്ടിയിടുക, അതൊക്കെ അവൻ്റെ പേഴ്സണൽ കാര്യം, അവൻ്റെ വിഷയങ്ങളാണ്. അതൊന്നും ഇതിലേക്ക് ട്രാക്ക് ചെയ്ത് വെച്ച് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട് അതെനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഞാൻ സംസാരിക്കുമ്പോൾ പല സമയത്തായിട്ട് അവൻ ഈ പറയുന്ന ഒരു ഓവർ പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഫെമിനിസത്തിൻ്റെ ഒരു എക്സ്ട്രീം ഫേസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കര എന്താണ് ഒരു ഡൈജസ്റ്റ് ചെയ്യാൻ പാടായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അത് പല സാഹചര്യങ്ങളിലും ഇതൊരു എന്താ പറയുക, ഒരു ഫേക്ക് കൈൻഡ് ഓഫ് സാധനം ഉണ്ടല്ലോ, ഐ ഡു എക്സിസ്റ്റ് ഹിയർ, ഞാനിവിടെ തന്നെ ഉണ്ട്, ഓക്കെ, നിങ്ങളെന്നെ മറക്കരുത്, ഐ എം ഹിയർ എന്ന് പറഞ്ഞുള്ള ഒരു സാധനം നീ കൊടുക്കുന്നതായിട്ട്
എപ്പോഴും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇങ്ങനെ ഒരു സാധനം ഇട്ടു, അതിനുശേഷം പിന്നെ തുരുതുര സ്റ്റോറിക്കകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ പോസ്റ്റുകൾ വേറെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ പോലെ പാക്ക് പല കാര്യങ്ങളും വയലേറ്റ് ചെയ്തു, സീസ് ഫയർ വയലേറ്റ് ചെയ്തു എന്നുള്ള സംഗതികളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് എന്തായാലും ഇട്ടിട്ട് കുറച്ചൊക്കെ ഒന്ന് വെള്ളപൂശാൻ സ്വയം ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താണെങ്കിൽ അതൊരു സൈഡിൽ അവിടെ നിൽക്കട്ടെ. ഇത് ഇവൻ്റെ ഭാഗത്തു നിന്ന് വന്ന അപ്പോളജിയും പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളും ഇതൊരു അപ്പോളജി ആയിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നത് ഒരു അപ്പോളജി ഇല്ല. കാരണം അവൻ്റെ വായന അപ്പോളജി വരില്ല. ഓക്കെ, കാരണം പലരും അപ്പോളജി പറഞ്ഞ് ഐ അപ്പോളജൈസ് എന്ന് പറഞ്ഞുള്ള സാധനം ഇടുമ്പോഴും ഇവൻ ആ ഫേക്ക് പോസ്റ്റ് ഷെയർ ചെയ്തതിന് ഇവൻ ഇപ്പോഴും അപ്പോളജി ചെയ്തിട്ടില്ല, അപ്പോളജി പറഞ്ഞിട്ടില്ല. ഇവൻ വീണ്ടും ഈ ഇട്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ചെയ്തത് ഇതായിരുന്നു, ഇവൻ്റെ ഇന്റൻഷൻ ഇതായിരുന്നു എന്നുള്ള സാധനം മാത്രമാണ് ഇവൻ വെച്ചിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് വെക്കാം. ഇമെയിൽ ടു മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവനിട്ട് ഈ കോണ്ടന്റുകൾക്കെതിരെ ഒരു വ്യക്തി കൊടുത്തിട്ടുള്ള കേസിൻ്റെ ഒരു എന്താ പറയുക റിക്വസ്റ്റാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി ഒരാൾ ഇതേപോലെ ഇവനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. ആൻഡ് ഈ റിയാസ് സലീമിനെ കുറിച്ച് വീഡിയോ ഇട്ടൊരു വ്യക്തിക്ക് പോയിട്ട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. I get it. Using my name is the easiest way for you to hit that 1 million views mark every time. ഓഹോ, അപ്പോൾ സ്വയം ഞാനൊരു എന്താ പറയുക ആർക്ക് വേണമെങ്കിൽ എടുത്ത് വിൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മില്യൺ അടിക്കാൻ പറ്റുന്ന വ്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണെന്ന് സ്വയം വിശ്വസിച്ചിരിക്കുകയാണോ സോഷ്യൽ മീഡിയയിൽ? എടീ 1 മില്യൺ അടിക്കുന്നുണ്ടാവും നിൻ്റെ ഫേസോ നിന്നെ കുറിച്ച് പറഞ്ഞിട്ടോ ആളുകൾ. ഓക്കെ, അതിന് നല്ലതും മോശവും പറഞ്ഞിട്ടും അല്ലെങ്കിൽ നിന്നെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടും നിന്നെ ക്രിട്ടിസൈസ് ചെയ്തിട്ടും അല്ലെങ്കിൽ നിന്നെ പുകഴ്ത്തി പറഞ്ഞിട്ടൊക്കെ അത് ഡിഫറെൻറ്റ് ലെവലാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ നമ്മളെ വെച്ചിട്ട് അരി ഉണ്ടാക്കുന്ന വ്യൂ ഉണ്ടാക്കുന്ന ഒരുപാട് പേര് കാണും. പക്ഷെ അതിന് ഓരോ ലെയർ ആയിരിക്കും, ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിരിക്കും. ഇപ്പം നീ മെസ്സേജ് അയച്ച വ്യക്തിക്ക്, നിന്നെക്കുറിച്ച് വീഡിയോ ഇട്ട വ്യക്തി നിന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് നീ ചെയ്ത കാര്യം ക്രിട്ടിസൈസ് ചെയ്ത് പറയുമ്പോൾ അവിടെ പോയിട്ട് അയാളുടെ അടുത്ത് നീ എൻ്റെ മുഖം വെച്ചുണ്ടാക്കിക്കോ മില്യൺ എന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞ കാര്യം എന്താണെന്ന് നിനക്ക് തലയിൽ കയറുന്നില്ല. അവിടെ നിൻ്റെ ഈഗോ ഫേസിൻ്റെ അകത്ത് വരുന്നത് എന്താ, ഇയാൾ ഇന്ന വെച്ചുണ്ടാക്കുന്നുള്ളൂന്നാണ്. അതാണ് മോനെ നിൻ്റെ പ്രശ്നം കാലാകാലമായിട്ട്. ഗോ ഹെഡ്, മിൽക്ക് ഇറ്റ് ഇഫ് ദാറ്റ്സ് ഓൾ യു ഗോട്ട്, ബട്ട് ദ മൊമെൻറ്റ് യു ക്രോസ് ദ ലൈൻ ഇൻ ടു എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ സ്ലാഷ് ചെയ്തിട്ടുണ്ട്. മീ ഓർ എനി വൺ എൽസ് ജസ്റ്റ് നൗ ദർ വിൽ ബി എ കോൺസിക്വൻസ്. You clearly have to shame using someone's dignity for reach, and indeed I will be filing a cyber complaint against you. Feel free to use this message too. I'm sure you will find a way to feed off my fame again. At the end of the day, അങ്ങനെ എങ്കിലും നാലാൾ കാണട്ടെ. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ ബേസിക് സാധനം മനസ്സിനകത്തുള്ളത് എന്താണെന്നുള്ളത്? അതായത് ഞാൻ എന്തോ വലിയ സംഭവമാണ്, ഞാൻ ആ വലിയ സംഭവമായതുകൊണ്ട് എന്നെ വെച്ച് എല്ലാവരും ഇങ്ങനെ റീച്ച് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വലിയ സംഭവമായതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, അങ്ങോട്ട് മിൽക്ക് ചെയ്യുക. അതായത് വ്യൂ ഉണ്ടാക്കുക, വീഡിയോ ഉണ്ടാക്കുക, കോണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ സാധനത്തിൽ. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ആരും ഉണ്ടാക്കാതെ ഇരിക്കുന്നൊന്നുമില്ല പോലെ, എല്ലാവരും സാധനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഞാൻ ഇനി ഇവിടെ ഒരു വോയിസ് വെക്കാം. ഓക്കെ, അതായത് ഐ തിങ്ക് സോ റിയാസിനെതിരെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയുടെ ഒരു വോയിസാണ്. ഓക്കെ, അപ്പോൾ ഈ വോയിസും കാര്യങ്ങളും നിങ്ങളൊന്ന് കേൾക്കുക, അതിൽ ആ വ്യക്തി പറയുന്നത് കേൾക്കുക. കാരണം ഇതിൽ കുറേ കേസുകൾ ഇതിനെതിരെ പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവുള്ളത്, 1-2 ഒതുങ്ങി നിൽക്കുന്നതും അല്ല. നോർമലി ഫ്രണ്ട്സിന്റെ ഇടയിൽ സിന്ദൂർ സ്ട്രൈക്കിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ ഫ്രണ്ട് എനിക്ക് റിയാസിന്റെ സ്റ്റോറി ഇങ്ങനെ അയച്ചതായിരുന്നു. അവനെന്ത് ഇങ്ങനെ റിയാക്ട് ചെയ്തത് എന്ന് ചോദിച്ചിട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പൊ ഞാൻ ആദ്യം ഷോക്കായിപ്പോയി. എല്ലാവരും പ്രൗഡായിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റില് ഞാൻ ഒട്ടും പ്രൗഡല്ല, ഐ എം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ്, അതായത് പാക് ചാനലുകളിൽ വന്നിട്ടുള്ള 10-15 പേര് മരിച്ചു, അതിൽ 2 കുട്ടികളുണ്ട്, ബാക്കിയെല്ലാം സിവിലിയൻസ് ആണ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ അറ്റാക്ക് നടന്ന സമയത്തുള്ള കാര്യം പറയുന്നു. അത് ടോട്ടലി അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഒരു ചാനലിൽ ഒരു ന്യൂസ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതെങ്ങനെയാ വെരിഫൈഡ് ആവുക? അത് യുഎൻഒ ആരും ഇവര് പ്രസ് മീറ്റ് ഒന്നും വെച്ച് ഞങ്ങളുടെ ആൾക്കാരാ മരിച്ചു പോയതെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശം ഉണ്ട്. അങ്ങനെ ഒരു ന്യൂസ് ഷെയർ ചെയ്തിട്ട് അതിന്റെ താഴെ ഞാൻ ഒട്ടും പ്രൗഡല്ല, മരിച്ചുപോയത് ആരൊക്കെയായിരുന്നു ആ സമയത്ത്? ഏറ്റവും വലിയ ഭീകരവാദിയായ നമ്മുടെ താജ് ഹോട്ടലിലെ അതിന്റെ എല്ലാത്തിന്റെയും പിന്നിലെ ഭീകരപ്രവർത്തകനായ അയാളുടെ കുടുംബത്തിലെ
പത്തോളം ആൾക്കാരെ മരിച്ചത്. ഒരു ഭീകരവാദിന്റെ ഫാമിലി മെമ്പേഴ്സ് എന്താ പറയാ പുണ്യാളന്മാരായിരിക്കും, അവരും ടെററിസ്റ്റ് തന്നെയായിരിക്കും. അവര് മരിച്ചതിന് ഇവന് വലിയ സങ്കടം. അത് കണ്ടപ്പോ എനിക്ക് അങ്ങ് സഹിച്ചില്ല. പിന്നെയും ഞാൻ പറഞ്ഞു നോക്കി അവനോട്, ഇങ്ങനെയല്ല അതിന്റെ യാഥാർത്ഥ്യം, ഇതല്ല അതിന്റെ സത്യം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നോക്കി. അപ്പോഴാണ് അവൻ ഒരു സ്റ്റോറി വീഡിയോ ഇട്ടത്. എന്റെ 2 കാര്യങ്ങൾ ഒന്നിച്ച് പറയുകയാണ് ചെയ്തത്. ഫിൽറ്റർ ഇട്ടാൽ നിങ്ങൾക്കൊക്കെ ചൊറിയുമല്ലോ, അങ്ങനെയെല്ലാം ചോദിച്ചിട്ട് ഒരു സ്റ്റോറി ഇട്ടു. അതിന്റെ ഒപ്പം പറഞ്ഞു എനിക്ക് എന്നെ അതൊന്നും ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ എന്തെല്ലാമൊക്കെയോ അവന്റേതായ രീതിയിൽ അവൻ പറഞ്ഞ് ഇതാക്കി. അത് കഴിഞ്ഞ് പിന്നെ അവന്റെ കുറെ സൈബർ അറ്റാക്ക് വരാൻ തുടങ്ങിയപ്പോ അവൻ ലാസ്റ്റ് ഒരു സ്റ്റോറി ഇട്ടു. അതവൻ ഇട്ട ഒരു വിത്തിൻ സെക്കൻഡ്സ് ഓർ വിത്തിൻ മിനിറ്റ്സ് ആണ് അത് ഡിലീറ്റ് ചെയ്ത്. എനിക്കത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല. അവൻ പറഞ്ഞത് നിങ്ങളുടെ എല്ലാം മൂട്ടിൽ വന്നൊരു ബോംബ് പൊട്ടുമ്പോഴേ നിങ്ങളൊക്കെ പഠിക്കത്തുള്ളൂ, ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി ഇട്ടു. അത് കണ്ടപ്പോ എനിക്ക് നല്ലോണം ദേഷ്യം വന്നു. ഇങ്ങനെയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇരുന്നിട്ട് നമ്മുടെ നാടിനെ തന്നെ തരം താഴ്ത്തുന്ന രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോ ബഹുമാനപ്പെട്ട മോദി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് രാജ്യദ്രോഹമാണെന്നുള്ളത്. അപ്പോ അത് കംപ്ലൈന്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പിന്നെ എന്താണ് അതിനുള്ള വഴികൾ നോക്കി. പിന്നെ ഞാൻ സൈബർ സെല്ലിലേക്ക് ആദ്യം കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. സൈബർ സെല്ലിൽ രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല, അത് കുറച്ച് ലേറ്റ് ആവുമെന്ന് കണ്ടപ്പോ ഞാൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലേക്ക് ഒരു ഇമെയിൽ അയച്ചു. ഈ കംപ്ലൈന്റ് ചെയ്ത അതിന്റെ കോപ്പി എല്ലാം വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഇമെയിൽ അയച്ചു. ഇപ്പൊ കേസ് മുന്നോട്ട് ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നോക്കാം, നമുക്ക് കുറച്ച് ടൈം എടുക്കും. എന്നാലും ഇങ്ങനെയുള്ളവരൊന്നും വെറുതെ വിടാൻ പാടില്ല. ഇവർക്ക് എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയാന്നുള്ള തോന്നലുള്ള ആൾക്കാരാണ്. ഇങ്ങനെയുള്ളവരൊന്നും വെറുതെ വിടാൻ പാടില്ല. ഓക്കെ, അപ്പം അങ്ങനെ റിയാസിന് കേസ് വരുമോ ഇല്ലേ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എസ്കലേഷൻ എന്താവും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാം. റിയാസിനോടാണ് പറയാനുള്ളത്, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു 10-100 വട്ടം ചിന്തിക്കുക. ഓക്കെ, ഞാൻ ഒരു കാര്യം വീണ്ടും എടുത്ത് പറയുകയാണ്. റിയാസിനെ ഈ ഒരു വിഷയം പറഞ്ഞിട്ട് അവൻ ചെയ്തൊരു കാര്യം അല്ലെങ്കിൽ അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു മിസ്റ്റേക്ക്, നമുക്ക് തോന്നിയൊരു മിസ്റ്റേക്ക് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തു. പക്ഷെ ആ പോയിന്റ് ഔട്ട് ചെയ്യുന്നതിൽ അവനെ വ്യക്തിഹത്യ ചെയ്യുന്ന സാധനങ്ങൾ വെക്കാതിരിക്കുക. അവൻ്റെ ഐഡിയോളജി അല്ലെങ്കിൽ അവൻ്റെ ഈ ഒരു പ്രോഗ്രസീവ് ഫേസ് അല്ലെങ്കിൽ അവൻ്റെ ഈ ഒരു സാധനം അതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പറയാം. അല്ലാതെ അയാളുടെ പേഴ്സണലി അയാളെ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അയാൾ ഏത് രീതിയിൽ നടക്കണം, അയാൾ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, അയാൾ മേക്കപ്പ് ഇടണോ വേണ്ടേ, ആ സാധനങ്ങൾ വെക്കുന്നതും പറയുന്നതിനോട് യോജിക്കുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് ആക്ട്രസ് മെറീന മൈക്കൽ. ഇവർ ഒരു ഇവൻറ്റിന് പോയ സമയത്ത് ഇപ്പോൾ അധികവും ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണല്ലോ, എന്താണ് നിങ്ങൾക്ക് ഈ സിറ്റുവേഷനെ കുറിച്ച് പറയാനുള്ള, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ തോട്ട്സ്. അപ്പോൾ അവർ പറഞ്ഞൊരു ഉത്തരവുണ്ട്. പ്രൈമറി പോലെ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട്, കാശ്മീരിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അവരൊക്കെ ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ്, നല്ല ആളുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മൾ അറ്റാക്ക് ചെയ്തെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ആ രാജ്യത്തിനോട് ഭയങ്കര എതിർപ്പുള്ള പോലെയല്ലേ നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതില് ഇവർ പറഞ്ഞു കേട്ടില്ല, അവർക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. ആൻഡ് ഇതൊരു എന്താ പറയുക, ഭയങ്കര റൈവററി പോയല്ലോ. അതായത് റിയാസ് സലീമിനെ പോലുള്ള കുറേ ആളുകളുണ്ട്, അല്ലെങ്കിൽ മെറീനെ പോലുള്ള കുറേ ആളുകളുണ്ട്. അവർ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് യുദ്ധം, ഒരു റീസൺ. ഇവർ അതിൻ്റെ ബാക്കിലെ റീസൺ എന്താ, എന്തുകൊണ്ട് ഇന്ത്യ യുദ്ധം ചെയ്യുന്നു, എന്തുകൊണ്ട് ഈ യുദ്ധം ഉണ്ടായി, ഇപ്പം ഈ യുദ്ധത്തിന് ഇമ്പോർട്ടൻസ് എന്താണ്, ഇന്ത്യ ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ട, ഇതിനെക്കുറിച്ചൊന്നും ഇവരുടെ മനസ്സിൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. വയലൻസ് വേണ്ട, യുദ്ധം വേണ്ട. ഒരു ആവശ്യത്തിനല്ലാതെ അനാവശ്യമായിട്ട് ഒരു കാര്യമില്ലാത്തൊരു രാജ്യത്തിനെ പിടിച്ചടക്കാൻ അല്ലെങ്കിൽ മര്യാദയ്ക്ക് പോകുന്നൊരു രാജ്യത്തിനെ തകർത്തെറിയാൻ, ഇതിനൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സാധനം വെച്ചിട്ട് ഓക്കെയാണ്. ഇത് നമ്മളെ ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞ് നമ്മളെ ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്ത് കാലാകാലങ്ങളായിട്ട് നമ്മളെ ചതിച്ച് വഞ്ചിച്ച് നമ്മളെ നെഞ്ഞത്തേക്ക് ഈ ഭീകരതയും കൊണ്ടുവരുന്നവരുടെ ഒരു ഫേസ് ആയിട്ടാണ് ഈ പാകിസ്ഥാൻ നിൽക്കുന്നത്. അതിനെ ഫണ്ട് ചെയ്തിട്ടാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. അപ്പം അതൊന്നും മനസ്സിലാക്കാതെ ഇവരൊക്കെ ഒരേ പല്ലവിയാണ്. അയ്യോ യുദ്ധം വേണ്ടേ, അയ്യോ ഈ സാധനമാണ് ഇവർ. എന്താണെങ്കിൽ ഇത് പറഞ്ഞ് ഇവരെ ഏറെ പോയി കമൻറ്റ് ബോക്സിൽ പൂരെ ചീത്ത വിളിയാണ്. അവരെനിക്ക് വന്ന് പേഴ്സണൽ ഇൻബോക്സിലും കുറേ പേര് പോയിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. സോ അവരൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഞാൻ അത്യാവശ്യം എയറിലാണ്. അപ്പം എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം. ഞാൻ തൃപ്രയാർ ഒരു ഇനോഗ്രേഷന് പോയ സമയത്ത് 1-2 ഓൺലൈൻ ചാനലുകൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പം ഇന്തോ പാക് പോറിനെ പറ്റി സംസാരിച്ചു.
ഒന്നാമത് അതൊരു വളരെ തിരക്കുള്ള ഒരു സ്പേസാണ്. അപ്പോൾ അതൊരു ഇൻ്റർവ്യൂ ഒന്നും ആയിരുന്നില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ റിഫ്ലെക്സ് ആയിട്ട് പറയുന്ന ഒരു ഉത്തരം ആയിരുന്നു അത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടാലറിയാം, അതിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇവിടെ ഒരു 10 പേരെ കൊന്നു, അവിടെ ഒരു 10 പേരെ കൊന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സിവിലിയൻസിനെയാണ്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു അവിടെ 10 പേരെ കൊന്നത് ടെററിസ്റ്റിനെ അല്ലേ എന്ന്. അതെ, ടെററിസ്റ്റിനെയാണ്. പക്ഷെ ഞാൻ ഈ ടെററിസ്റ്റിനെ കൊന്നത് ശരിയായില്ല എന്ന് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് 3 കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. 1, ടെററിസ്റ്റിനെ അറ്റാക്ക് ചെയ്തത് മോശമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. 2, ഇന്ത്യ ചെയ്തത് വളരെ മോശമാണെന്ന്, ഞാൻ ഇന്ത്യക്കെതിരെയാണെന്ന് ഞാൻ എവിടെയും സംസാരിച്ചിട്ടില്ല. 3-മത്തത്, എനിക്ക് പാകിസ്ഥാനി സുഹൃത്തുക്കളുണ്ട് എന്ന് പറഞ്ഞു. ഞാനൊരാളുമായിട്ട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ പരിചയപ്പെടുമ്പോഴോ അവർ ഏത് രാജ്യത്തുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ അവർ ഏത് മതത്തിലുള്ള വ്യക്തിയാണെന്ന് നോക്കിയിട്ടൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. അതൊരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട് അങ്ങനെ വരുന്നൊരു സാധനമാണ്. അതിൽ ഞാൻ ഇവർ ഏത് രാജ്യക്കാരിയാണെന്നൊന്നും നോക്കിയിട്ടല്ല ഞാൻ അവരുടെ. അപ്പം എനിക്കൊരു പാകിസ്ഥാനി സുഹൃത്തുണ്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അവരെ കാണുമ്പം മുഖം തിരിച്ചു നടക്കണോ അല്ലെങ്കിൽ ഞാൻ അവരെ വെടിവെച്ച് കൊല്ലണോ? ആയിരുന്നു. പിന്നെ ഞാൻ ടെററിസ്റ്റുകളെ കൊന്നത് മോശമായി എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മുടെ രാജ്യം തിരിച്ച് അറ്റാക്ക് ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ബാക്കിയുള്ള കൺട്രീസിനാണെങ്കിലും നമ്മളുടെ രാജ്യം പവർഫുൾ ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതും ഭയങ്കര എവിഡൻ്റ് ആണ്. ബട്ട് വാട്ട് ഐ എം ആസ്കിങ് ഇസ്, ഇപ്പോൾ നമ്മൾ അവിടേക്ക് അവരെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു, ഇനി അവർ നമ്മളുടെ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യും. പിന്നെ നമ്മൾ തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് കാഷ്വാലിറ്റീസ് ഉണ്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സിവിലിയൻസ് ആണ് ഉണ്ടാവുന്നത്. അവർ നമ്മളെ തിരിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സിവിലിയൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. ഇന്നലെ തന്നെ ഷെൽ അറ്റാക്കിൽ 2 കുട്ടികൾ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇനി നമ്മുടെ രാജ്യം തുടർന്ന് വാറിലേക്ക് പോകുന്ന സമയത്തിനനുസരിച്ച് കാഷ്വാലിറ്റീസ് അധികമാവും. അപ്പം അത് സമാധാനപരമായിട്ട് നമുക്ക് തീർത്തല്ലേ പറ്റുള്ളൂ. നമ്മൾ രാജ്യം ഇനി എന്താ പറയുക, യുദ്ധത്തിലേക്ക് പോകരുത്. യുദ്ധം അത്ര ഈസി അല്ല നമ്മൾ പറയുന്ന പോലെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഓരോ കാര്യം മനസ്സിൽ ആലോചിച്ച് കോണ്ടന്റ് ഉണ്ടാക്കുന്നതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് വളരെ മാന്യമായിട്ട് സംസാരിച്ച 2-3 പേരുണ്ട് കേട്ടോ. അവർക്ക് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തപ്പോൾ അവർക്ക് ഇതിലൊരു ക്ലാരിറ്റി വന്നു. അപ്പം എനിക്ക് തോന്നി കുറേ പേർക്ക് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല എന്ന്. പിന്നെ മീഡിയ ഒരു പറഞ്ഞ കോണ്ടന്റ് 2 വീഡിയോ ക്ലിപ്പായിട്ടാണ് ഇട്ടത്. അപ്പം അതിലും വലിയതായിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാൻ പറ്റിയൊരു വീഡിയോ അല്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഒരു ക്ലാരിറ്റി പ്രശ്നമായിരിക്കാം. സോ ഐ നെവർ സപ്പോർട്ടഡ് ടെററിസം. ഞാൻ ഒരിക്കലും ഇന്ത്യക്കെതിരെ സംസാരിച്ചിട്ട് ഞാൻ ഇല്ല. പിന്നെ സുഹൃത്തുക്കൾ പാകിസ്ഥാനിലോ അമേരിക്കയിലോ എവിടെ ഉണ്ടാണെന്നുണ്ടെങ്കിലും അതൊരു ഹ്യൂമാനിറ്റേറിയൻ സാധനമാണ്. അതിനെ ജഡ്ജ് ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ റിയാസ് സലീം എങ്ങനെയാണോ എക്സ്പ്ലനേഷൻ ഇട്ടത് അതേപോലത്തെ ഒരു സാധനമാണ് ഇപ്പോൾ മെറീനായിട്ടുള്ള ഒരു വീഡിയോ. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നി. ഇപ്പം എല്ലാവരും അങ്ങനെയാണ്. അതായത് ഈ രാജ്യത്തിലുള്ള മെജോറിറ്റി ആളുകളും പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ ഈ ഒരു സ്റ്റാൻഡിനെ ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, രാജ്യത്തിൻ്റെ ഒപ്പം നിൽക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ ഇവരുടെയൊക്കെ ഈ പീസ് മേക്കർ മുഖം ഉണ്ടല്ലോ, ഈ വെള്ളരിപ്രാവ് സെറ്റപ്പ്, അത് അവരോട് മാറ്റിയിട്ട് ഞങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞതേ, ഞങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞതേ, ഞങ്ങൾ ഇന്ത്യയിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതെ ഇരുന്നിട്ടില്ലേ, ഞങ്ങൾക്ക് കുറേ ആൾ മരിക്കുന്നതാണ് ഞങ്ങൾക്ക് പ്രശ്നം, ഇപ്പോൾ ഇന്ത്യയിൽ ആരെങ്കിലും മരിച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാവുക എന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ അത് ഉൾട്ടടി. ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥ. ഓക്കെ, ഇങ്ങനെ കുറേ എണ്ണത്തിന് കമൻറ്റ് ബോക്സിലും കാണാം, എൻ്റെ ഇൻബോക്സിലും കയറി വരാറുണ്ട് പലരും. അപ്പോൾ എന്താണെങ്കിലും രാജ്യം ഒരു സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ രാജ്യത്തിനൊപ്പം നിൽക്കുക, രാജ്യത്തിന് ആവശ്യമായിട്ട് നമ്മളാൽ കഴിയുന്ന സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ബേസിക് പൗരൻ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം, ക്രിട്ടിസൈസ് ചെയ്യാം, എല്ലാം ചെയ്യാം. അതിനൊരു ടൈമുണ്ട്. അത് കൺസ്ട്രക്റ്റീവ് ആവണം, അല്ലെങ്കിൽ അതിനകത്തൊരു ലോജിക്ക് വേണം, അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ സിറ്റുവേഷൻ, ഇപ്പം നമ്മുടെ രാജ്യം ഇരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ തന്നെ പോയിട്ട് കുറേ ക്വസ്റ്റ്യനും കുറേ ഡൗട്ടും കുറേ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ നമ്മുടെ ഇടയിൽ തന്നെ പാക്ക് പ്രൊപ്പഗണ്ടയായിട്ട് നടക്കുന്ന കുറേ പേരുണ്ട്. അവരടുത്ത് ചടിയും, മനസ്സിലായോ? പിന്നെ ഇവിടെ രാഷ്ട്രീയവും മതവും കലർത്തിയിട്ട് ആളുകളെ തമ്മിൽ തല്ലിക്കാൻ നടക്കുന്നവരുണ്ട്. അവരും ഇതെടുത്ത് വെച്ച് യൂസ് ചെയ്യും. അതിന് നമ്മളായിട്ട് നിന്ന് കൊടുക്കരുത്, നമ്മളായിട്ട് ഇട്ട് കൊടുക്കരുത്.